ഹലോ ഗായ്സ്, നമ്മൾ ഈ സന്തോഷത്തിൽ തുള്ളി പോണത് വേറെ ഒന്നും കൂടെയല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു വിയറ്റ്നാമീസ് ഫുഡ് കഴിക്കാനൊരു മോഹം. അപ്പോൾ ഖത്തറിൽ എവിടെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ 2 നേരം നമുക്ക് റെക്കമെൻഡ് ചെയ്തൊരു സ്ഥലമാണ് ഈ ഒരു ഹോ ആൻഡ് പോ, അങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ ആണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റ് ഒരു വിയറ്റ്നാമിലെ റെസ്റ്റോറൻറ്റിൽ പോയി എങ്ങനെ ഇരിക്കും അതേ ഒരു വൈബായിരുന്നു ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ. പ്രത്യേകിച്ച് ഇവിടുത്തെ ഡെക്കോറി ഹാങ്ങിങ്സും അവിടുത്തെ വിയറ്റ്നാമീസ് ഹാറ്റൊക്കെ കൊണ്ട് ഒരു അടിപൊളി വൈബായിരുന്നു. ഇനി അടുത്ത ഫുഡിലോട്ട് നമ്മൾ അവിടെ നിന്ന് കഴിച്ചത് അവിടുത്തെ ഒരു ഓറഞ്ച് ചിക്കൻ എന്ന് പറഞ്ഞൊരു സംഭവം, പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ബീഫ് നൂഡിൽ സൂപ്പുമാണ് കഴിച്ചത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഒതൻറ്റിക് വിയറ്റ്നാമീസ് മിൽക്ക് ടീയും. ആഫ്റ്റർ എ ലോട്ട് ഓഫ് ക്ഷമ ആൻഡ് പരിശീലനം ചോപ്സ്റ്റിക്ക് വെച്ച് 2 ചിക്കനെങ്കിലും എനിക്ക് കഴിക്കാൻ പറ്റി. എന്നെക്കാട്ടും കുറച്ച് മുന്നേ തന്നെ അത് പഠിച്ച് കഴിച്ചു എന്നുള്ളതിൻ്റെ വീരവാദമായിരുന്നു ഞാൻ ജെസ്സിയുടെ വായിന്ന് കേട്ടുണ്ടെന്ന് വെച്ചത്. പിന്നെ ഫുഡ് കഴിക്കണുണ്ടായിരുന്നു, ഞാൻ അത്ര മൈൻഡാക്കാനില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കുറച്ച് വീരവാദം അടിച്ചു, ജസ്റ്റ് ഫോർ ഫൺ. വീരവാദമൊക്കെ കഴിഞ്ഞ് നമ്മൾ സൂപ്പിലോട്ടാണ് നടന്നത്. സൂപ്പ് ചോപ്സ്റ്റിക്ക് കൊണ്ട് കഴിക്കാനുള്ള അത്രയും ക്ഷമ എനിക്കുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ സ്വന്തം സ്പൂൺ വെച്ച് കഴിച്ച് തൃപ്തി അടഞ്ഞു. കാണുന്ന പോലെ അല്ല, നല്ല എരിയ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടപ്പോൾ ഒരു അത്ര സ്പൈസി അല്ല എന്ന് തോന്നിയുകൊണ്ട് കുറച്ച് സാധനങ്ങൾ കൂടുതൽ എക്സ്ട്രാ ഇടുകയും ചെയ്തു. ബട്ട് എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈവൻ ചിക്കൻ ആവട്ടെ, സൂപ്പ് ആവട്ടെ, ആ ഒരു മിൽക്ക് ടീ വരെ. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചാൽ നമ്മൾ ഫുൾ ഓൺ ഫുൾ പവർ ആയിരിക്കും, കണ്ടില്ലേ? അപ്പോൾ ഖത്തറിൽ ഇനി വിയറ്റ്നാമീസ് ഫുഡ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.